ഇങ്ങനെ എത്രയെത്ര അനുഭവങ്ങൾ വേണമെങ്കിലും നമുക്ക് പറയാൻ പറ്റും. ഇനി ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന CPM-കാരെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. 1957-ലെയും 1967-ലെയും EMS സർക്കാരുകൾ എന്തുകൊണ്ടാണ് വീണുപോയത്? EMS-നെ പോലുള്ള ഒരു പ്രതിഭാശാലിയായ നേതാവ് നേതൃത്വം കൊടുത്ത ഒരു ഗവൺമെന്റ്. 57-ൽ സ്വതന്ത്രരുടെ കൂടെ പിന്തുണയോടെയാണ് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. അതേസമയം 67-ൽ 136 സീറ്റിൽ 113 സീറ്റ് നേടിക്കൊണ്ടാണ് അന്ന് EMS-ന്റെ സർക്കാർ അധികാരത്തിൽ വന്നത്. ഇതായിരുന്നു ഈ ധാർഷ്ട്യം, ഈ അഹങ്കാരം, ഈ ധിക്കാരം. 57-ല് തൊഴിലാളി സഖാക്കൾ വിചാരിച്ചത് കമ്മ്യൂണിസ്റ്റ് ചൈനയിലെയും റഷ്യയിലെയും പോലെ കേരളത്തിലും കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നുപോയെന്ന, അത് ഇന്ത്യയുടെ ഭാഗമാണെന്നോ ഒരു ജനാധിപത്യ രീതിയിൽ നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലമായിട്ട് അധികാരത്തിൽ വന്ന ഒരു സർക്കാരാണെന്ന് ഓർത്തില്ല. എന്തോ വിപ്ലവത്തിലൂടെ മാവോയിൽ ലെനിനുമൊക്കെ നേതൃത്വം കൊടുത്ത ഒരു വിപ്ലവം പോലെ എന്തോ ഒരു വിപ്ലവത്തിലൂടെ വന്ന ഒരു വിപ്ലവ തൊഴിലാളി സർക്കാർ വന്നുപോയി എന്ന് വിചാരിച്ച് നടത്തിയ അഹങ്കാരങ്ങൾ, ധിക്കാരങ്ങൾ. അന്ന് സ്വൽഭരണമായിരുന്നു. പ്രാദേശിക തലത്തിൽ അന്ന് ബ്രാഞ്ചിന് പകരം സെല്ലിന്റെ സെക്രട്ടറിയാണ് രാജ്യത്തെ അല്ലെങ്കിൽ സ്ഥലത്തെ പ്രധാന ദിവ്യൻ. എല്ലാ കേസുകളും കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹമാണ്. വസ്തുതർക്കത്തിൽ ഇടപെടും, രണ്ട് കുടുംബങ്ങൾ തമ്മിൽ മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ഇടപെടും. ഏത് തരത്തിലുള്ള കേസ് ഉണ്ടായാലും, ഇനി ഒരു അവിഹിത ഗർഭം ആണ് വിഷയമെങ്കിൽ പോലും അവിടെയും തീരുമാനമെടുക്കുന്നത് പിന്നെ ഈ സെല്ലായിരുന്നു. സ്വൽഭരണം എന്ന് കുപ്രസിദ്ധി ആർജിച്ചു ഈ ഒരു പ്രതിഭാസം. അതേ തുടർന്നാണ് കേരളത്തിലെ ജനങ്ങൾ 57-ലെ സർക്കാരിനോട് അനുഭാവമില്ലാത്തവരായി പോയത്. വിമോചന സമരത്തിന് വേറെ കാരണങ്ങളുണ്ടാവാം, വിദ്യാഭ്യാസ ബില്ല് അല്ലെങ്കിൽ ഭൂപരിഷ്കരണം, അതുപോലെ പല പല കാര്യങ്ങളുണ്ടാവാം. പക്ഷേ ജനങ്ങൾ ആ സർക്കാരിനെ വെറുക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ധാർഷ്ട്യമായിരുന്നു. സെൽ സെക്രട്ടറിമാരുടെ, അതായത് താഴെ തലത്തിലുള്ള പാർട്ടി ഘടകത്തിന്റെ പോലും അവര് പോലും നടപ്പാക്കിയ ഈ ധാർഷ്ട്യവും ധിക്കാരവും നിറഞ്ഞ പെരുമാറ്റ രീതികൾ, അതാണ് ജനങ്ങളെ സർക്കാരിൽ നിന്ന് അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് അകറ്റിയത്. 67 തന്നെയാണ് സംഭവിച്ചത്. ഇപ്പോഴത്തെ CPI എന്ന് പറയുന്ന മറ്റൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിട്ട് പോലും CPM-ന് വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ആ മുന്നണിയില്. മൊത്തം സീറ്റ് 113ആണ്. അതിൽ തന്നെ ബഹുഭൂരിപക്ഷം സീറ്റുകളും CPM-ന്റേതാണ്. ആ സാഹചര്യത്തിൽ അവരുടെ അധികാരം ഉപയോഗിക്കുകയായിരുന്നു. ഇവിടെ സാധാരണ ഭൂമിയില്ലാത്ത ആളുകൾക്ക് ഭൂമി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള കമ്മിറ്റിയിൽ അല്ലെങ്കിൽ ആ ഭൂമി കൊടുക്കുന്നതില്, അതുപോലെ തൊഴിൽ, അതായത് ആ കാലത്ത് പോലീസ് വെരിഫിക്കേഷൻ ഉണ്ടായിരുന്നു. 67-ലെ ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് പോലീസ് വെരിഫിക്കേഷനിൽ ആർക്കെങ്കിലും കമ്മ്യൂണിസ്റ്റ് ബന്ധങ്ങളൊക്കെ പറഞ്ഞ് തൊഴിൽ നിഷേധിക്കും. പക്ഷേ ഈ ഗവൺമെന്റ് വന്നപ്പോൾ അത് മാറ്റി. അങ്ങനെ തൊഴിൽ നിഷേധിക്കപ്പെട്ട ആളുകൾക്ക് ജോലി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ജോലി കൊടുത്തത് മുഴുവൻ CPM-കാർക്കായിരുന്നു. അപ്പൊ CPM പറഞ്ഞാൽ CPM-ന്റെ പ്രാദേശിക ഘടകങ്ങൾ പറയുന്നത് പോലെയാണ് ഭരണം നടക്കുക എന്നുള്ളത്. CPI-ക്കോ RSP-ക്കോ അന്നത്തെ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പാർട്ടിക്കോ ലീഗിനോ ഒന്നും ഭരണത്തിൽ യാതൊരു പ്രാധാന്യവുമില്ല. ഇവരുടെ ധാർഷ്ട്യം, ധിക്കാരം, ഇതൊക്കെ നടക്കും. നമുക്കറിയാം, ഈ വെളുത്തുള്ളിക്കായൽ സമരമൊക്കെ ഒരു ഉദാഹരണമായി. AK ആന്റണിയും മറ്റും നേതൃനിരയിലേക്ക് ഉയർന്നത് ആ സമരത്തിലൂടെയാണ്. അവിടെ കായൽ 70 CPM കുടുംബക്കാർക്കായിട്ട്, മറ്റാർക്കുമില്ല, 70 CPM കുടുംബക്കാർക്കായിട്ട് പതിച്ചു കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ അങ്ങനെ ഭരണത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും CPM-കാരെ മാത്രം ശ്രദ്ധിക്കുകയും മറ്റുള്ളവരെ അവഗണിക്കുകയും ചെയ്ത ഒരു പ്രത്യേക രീതി ഈ സൽഭരണത്തിന്റെ മറ്റൊരു പതിപ്പായിരുന്നു. ഇതാണ് 67-ലെ സർക്കാരിനെ വീഴ്ച.